റോബർട്ട് വാദ്രയുടെ പേരിൽ കേസും പുകിലും സാമ്പത്തിക ആരോപണങ്ങളും വാർത്തയായി വരാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി. ഇതാദ്യമായി ഒരു അന്വേഷണ ഏജൻസി റോബർട്ട് വാദ്രയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ സഹോദരി ഭർത്താവിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഷ്ട്രീയ വേട്ടയാടലിനാണ് വാദ്രയ്ക്കെതിരെ നടക്കുന്നതെന്നാണ് രാഹുലിന്റെ പ്രതിരോധം. ഹരിയാനയിലെ ഷിക്കോപൂർ ഭൂമി ഇടപാടിലാണ് ഇഡിയുടെ നടപടി. റോബർട്ട് വാദ്രയുടെ 36 കോടി വിലമതിക്കുന്ന സ്വത്തുവകകൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ആദ്യം RDX റാം. 2008 ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങി വൻ വിലയ്ക്ക് മറിച്ചുവിറ്റതാണ് കേസിനാസ്പദമായ സംഭവം. ഇതിലൂടെ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വാദ്രയ്ക്കൊപ്പം മറ്റു 11 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിന്റെ പ്രൊമോട്ടർമാരായ സത്യാനന്ദ് യാജിയും കേവൽ സിംഗ് വിർക്കും ഇതിൽ ഉൾപ്പെടുന്നു. റിയൽ എസ്റ്റേറ്റ് കോർപ്പറേറ്റ് DLFനെതിരെയും കേസിൽ പരാമർശമുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വാദ്രയുമായി ബന്ധപ്പെട്ട 37 കോടി വിലമതിക്കുന്ന 43 സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. വാദ്രയ്ക്ക് ലാഭമുണ്ടാക്കുന്നതിനായി ഭൂമി ഒന്നാം പാർട്ടിയിൽ നിന്ന് വാങ്ങിയ ശേഷം ഭൂമിയുടെ തരം മാറ്റിയത് കാരണം മൂല്യം കുത്തനെ കൂടിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ഓംകാരേശ്വർ പ്രോപ്പർട്ടീസ് അടച്ചത് 45 ലക്ഷം രൂപ മാത്രമാണെന്നും കുറ്റപത്രത്തിലുണ്ട്. ഭൂമി വാങ്ങുന്നയാൾക്ക് പകരം വിൽക്കുന്നയാൾ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയതും ഇടപാടിന്റെ സുതാര്യതയെ സംശയനിഴലിലാക്കുന്നുവെന്നാണ് ഇഡിയുടെ ആരോപണം. RDX റാം, ന്യൂസ് മലയാളം. കഴിഞ്ഞ 10 വർഷമായി വാദ്രയെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വാദ്രയ്ക്കും പ്രിയങ്കയ്ക്കും മക്കൾക്കും ഒപ്പമാണ് എന്നും സത്യം ജയിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പോസ്റ്റ്. ഗാന്ധി കുടുംബാംഗമായ വാദ്രയ്ക്കെതിരെയായി ഒരു അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതാദ്യമായാണ്. കുറ്റപത്രം ഈ മാസം 24-ന് റോസ് അവന്യൂ കോടതി വീണ്ടും പരിഗണിക്കും. ഈ കേസ് എന്താണെന്ന് കൂടി നോക്കാം. കേസിനാസ്പദമായ ഭൂമി ഇടപാട് നടന്നത് 2008 ഫെബ്രുവരിയിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഗുരുഗ്രാമിന് സമീപം ഷിക്കോപൂർ ഗ്രാമത്തിൽ വാദ്രയുടെ കമ്പനി 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങി. 7.5 കോടി രൂപയ്ക്ക് വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രോജക്റ്റിനായാണ് ഭൂമി വാങ്ങിയത്. ഭൂമി വാങ്ങിയത് ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്നാണ്. മാസങ്ങൾ സമയമെടുക്കുന്ന രജിസ്ട്രേഷൻ പ്രക്രിയ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി. പിന്നാലെ ഹരിയാന ടൗൺ പ്ലാനിംഗ് വിഭാഗം ഹൗസിംഗ് നിർമ്മാണ പെർമിറ്റും നൽകി. ഹരിയാനയിലെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ കാർഷിക ഭൂമി വാണിജ്യ ആവശ്യത്തിന് മാറ്റി എന്നുള്ള പരാതിയും ഉയർന്നിരുന്നു. 2.71 ഏക്കറിൽ നിർമ്മാണ അനുമതി ലഭിച്ചതോടെ സ്ഥലവില കുതിച്ചുയർന്നു. 2008 ജൂണിൽ 58 കോടി രൂപയ്ക്ക് 3 ഏക്കർ DLFന് മറിച്ചുവിറ്റു. 50 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് പിന്നാലെ വിടാതെ പിടികൂടുകയും ഇതിന് പിന്നാലെ ഇറങ്ങുകയും ചെയ്തു. റോബർട്ട് വാദ്രയ്ക്കെതിരെ ഇഡിക്ക് മുൻപിൽ 2 പരാതികൾ കൂടി വന്നു. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ പരാതി. ഈ കേസിൽ ഇഡി റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിലെ ഭൂമി ഇടപാട് കേസിലും വാദ്ര അന്വേഷണ മുനയിൽ തന്നെയായിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് വാദ്ര പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. തനിക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം രാഷ്ട്രീയ പകൽപോക്കലാണ്, താൻ നിരപരാധിയാണ്, നിയമം അനുസരിക്കുന്ന പൗരനാണ്, അതുകൊണ്ട് തന്നെ കേസുമായി സഹകരിക്കും, മുന്നോട്ട് പോകും എന്നാണ് റോബർട്ട് വാദ്ര ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. സനീഷ, ഇതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശുദ്ധ പശുവൊന്നുമല്ല, കുഴപ്പക്കാരാണ്. ആളുകളെ രാഷ്ട്രീയ ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ആരോപണമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ കൺവിക്ഷൻ റേറ്റൊക്കെ നോക്കിയാൽ അവരുടെ കേസിൻ്റെ ഗതിയുമൊക്കെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കേസിൽ ഇതിപ്പോൾ റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള അന്വേഷണം, ഈ കേസിലെ ആരോപണം, ഇതൊക്കെ വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ ഹരിയാന സർക്കാരിനെതിരെയുള്ള ആരോപണം, അതിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു കുറ്റപത്രത്തിലേക്ക് വരുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. BJP സർക്കാർ പോലും സഹായിക്കുന്നു റോബർട്ട് വാദ്രയെ എന്നുള്ള ആരോപണവും ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറ്റപത്രത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി റോബർട്ട് വാദ്രയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിൽ രാഷ്ട്രീയ പകപോക്കൽ എന്നാണല്ലോ റോബർട്ട് വാദ്ര നേരത്തെ മുതൽ തന്നെ പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ ചിരിയാ വരിക. കാരണം രാഷ്ട്രീയ പകപോക്കൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം എന്ത് രാഷ്ട്രീയം നടത്തിയിട്ടാണ്? അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസ് ആധിപത്യമുള്ള രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് മാറിയിട്ട് BJP
രാഷ്ട്രീയത്തിന് ആധിപത്യമുള്ള കാലം വന്ന ഈ 10 കൊല്ലത്തിനിടെ ഇദ്ദേഹം എന്തെങ്കിലും രാഷ്ട്രീയ വിഷയത്തിൽ വല്ല സംസാരം നടത്തിയായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ട്, മത്സരിക്കാൻ താല്പര്യമുണ്ട്. അതാണ് അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞത്, രാഷ്ട്രീയമായുള്ള സംഗതി. അതിനിടയ്ക്ക് ലോകത്തൂടെ ഈ രാജ്യത്തെ പുഴകളിലൂടെ രാഷ്ട്രീയ ഒരുപാട് ഒഴുകിപ്പോയി, ഇയാളൊന്നും മിണ്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ സംരക്ഷണമല്ലേ കിട്ടിയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ തുടർച്ചയാണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പക്ഷേ അത് കുറച്ച് ഗൗരവമുള്ളതാവും. കാരണം രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്താണ്, ഞങ്ങളോട് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഞങ്ങളുടെ ബന്ധുത്വം ഉള്ളതുകൊണ്ട് അദ്ദേഹം വേട്ടയാടലിരയാവുകയാണ് എന്ന പോയിന്റ് വെക്കാം. അതും രാഹുൽ ഗാന്ധി അല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ സാഹചര്യം മുന്നിലേക്ക് വന്നിരിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് വന്നിരിക്കുന്നു, MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, കൂടുതൽ മുന്നിലേക്ക് വരികയാണെന്ന് തോന്നലുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള കേസ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് BJP ചെയ്തതെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല. ഈ ദേശീയ തലത്തിൽ ഇത്തരം സംഗതികളെല്ലാം നമ്മൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഉള്ളൊരു ധാരണ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലങ്ങ് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് രാഷ്ട്രീയമായിട്ട് റോബർട്ട് വാദ്രയ്ക്കെതിരെ എപ്പോൾ വേണമെങ്കിലും കേസെടുക്കാവുന്ന പേപ്പർ ഇപ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു, സർക്കാരിൻ്റെ കൈവശവും EDയുടെ കൈവശവും. അത് എടുക്കേണ്ടുന്ന ഏറ്റവും നല്ല സമയത്ത് എടുക്കാമെന്ന് അവർ കണ്ടു. ആ കുറ്റപത്രം ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപക്ക് വാങ്ങി. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപക്ക് വാങ്ങി 4 കൊല്ലത്തിന് ശേഷം ആ ഭൂമി DLFന് 58 കോടി രൂപക്ക് വിറ്റു. 7.5 കോടിക്ക് വാങ്ങിയിട്ട് 58 കോടി രൂപക്ക് അങ്ങ് വിറ്റു. ഇതിനകത്ത് ഈ വലിയ സമ്പന്നരുടെ ഈ കച്ചവടത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പ്രാഥമികമായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കേസെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഇതിനകത്ത് ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ, അതായത് BJP അവരുടെ ട്രംപ് കാർഡ് എടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് അഴിമതി. കോൺഗ്രസിൻ്റെ 10 വർഷത്തിനപ്പുറം മുതലുള്ള അങ്ങോട്ടുള്ള കഥയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് എതിരായിട്ടുള്ള ആരോപണം അഴിമതി എന്നതായിരുന്നു. ആ അഴിമതി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ മുഖമുദ്ര എന്നത് അടുത്തൊരു 10 വർഷത്തേക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് വെക്കുകയാണ്. കുറെ കൂടെ ശക്തനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, കോൺഗ്രസിനെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ ഇതുകൊണ്ട് അവർക്ക് പറ്റും. റോബർട്ട് വാദ്ര എന്ന കക്ഷിയെ, ഇവരുടെ ബന്ധുവിനെ ഏത് നിലക്ക് ഉപയോഗിക്കണമെന്ന് BJP ഈ ഘട്ടത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു പേരായിരിക്കും റോബർട്ട് വാദ്ര എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ അളിയനെ അനിവാര്യമായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ രാഷ്ട്രീയ തിരിച്ചടി അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല, ഈ BJP വിരുദ്ധ മുന്നണിക്കാകെ തന്നെയും വരുന്നൊരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ, അതായത് കേരളത്തിൽ കോൺഗ്രസ് എന്തായിരിക്കും പറയുക എന്നത് എനിക്ക് നല്ല കൗതുകം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം അവർ EDയെ വല്ലാത്ത തോതിൽ വിശ്വസിക്കുന്നതാണ്. ED അങ്ങനെ ചുമ്മാ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് ഇവിടുത്തെ CPMൻ്റെയും സർക്കാരിൻ്റെയും അതിൻ്റെ കേസുകളുടെ അവസ്ഥയിലേക്കല്ല ഞാൻ പോകുന്നത്. ആ കേസുകൾ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് കേരളത്തിലുള്ളത്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായിട്ട് തൻ്റെ അളിയനെ വേട്ടയാടാൻ ഉപയോഗിക്കുകയാണ് ഈ കേസുകൾ എന്ന് ED ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നത് എനിക്ക് കൗതുകം ഉണ്ടാക്കുന്ന ഒരു ഭാവി കാര്യമാണ്. ഉറപ്പായിട്ടും അവർക്ക് നിലപാടെടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. ഈ രാഷ്ട്രീയ പ്രശ്നം ഇനി അങ്ങോട്ട് കൂടുതൽ ചർച്ചയും വാർത്തയും ആകാൻ വേണ്ടി പോവുകയാണ്. നിശ്ചയമായിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതായിട്ട് വരും. അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും ഇത് മറുപടി പറയേണ്ടി വരിക. അവരെന്തായിരിക്കും പറയുക എന്നത് നല്ല കൗതുകത്തോടെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് കേൾക്കാൻ. തീർച്ചയായും ഇതിനകത്ത് എന്തായാലും ഈ ഭൂമി വ്യാപാരത്തിന്റെ ചുരുക്കത്തിൽ വളരെ എനിക്ക് തോന്നുന്നു അത്രയും കാലപരിധി ഇല്ലാന്ന് തോന്നുന്നത് 700 ഇരട്ടി വിലയ്ക്കാണ് ഭൂമി എന്നുള്ളതാണ്. ഇല്ല, അതിനേക്കാൾ കുറഞ്ഞ സമയപരിധിയുള്ളൂ. വളരെ ദിവസങ്ങളുടെ ആഴ്ചകളുടെ കണക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ പരിമിതമായ കാലം കൊണ്ട് വലിയ വിലയ്ക്ക് ആ ഭൂമി വിറ്റു അദ്ദേഹം. ഒരു കണക്കിന് നോക്കിയാൽ റോബർട്ട് വാദ്ര നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹം കച്ചവടക്കാരനാണ്. ആ സമയത്ത് രാഷ്ട്രീയ മോഹവും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹം നല്ല കച്ചവടക്കാരനായിരുന്നു ആ സമയത്ത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഏത് റിയൽ എസ്റ്റേറ്റ് ഡീലറെയൊക്കെ പോലെ വളരെ കഴിയുന്ന മുഴുവൻ സ്വാധീനവും പ്രയോഗിച്ചുകൊണ്ട് ഈ ഭൂമി വിനിമയത്തിനോ അല്ലെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷനോ ഒക്കെ സാധ്യമാക്കി എടുക്കുക എന്നുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഈ ഭൂമിയിൽ കൺസ്ട്രക്ഷനുള്ള അനുമതി, മറ്റു കാര്യങ്ങളെല്ലാം, ഈ വിനിമയത്തിനുള്ള കൈമാറ്റത്തിനുള്ള അനുമതി എല്ലാം നേടിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ്. അത് ഒരു സംശയവുമില്ലാതെ നമുക്ക് കരുതാം അത് റോബർട്ട് വാദ്രയുടെ ബന്ധങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധമാണോ മറ്റെന്തെങ്കിലും ബന്ധമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അപൂർവം ചിലർക്ക് മാത്രം അതെ അപൂർവം ചിലർക്ക് മാത്രം സംഭവിക്കുന്ന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊരു തമാശ, റോബർട്ട് വാദ്രയ്ക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ബന്ധം
അതിന് മുമ്പ് ഉള്ളതുണ്ടെങ്കിൽ ഈ കുടുംബ ബന്ധത്തിന് അപ്പുറത്തൊരു രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൊടുത്തിരിക്കുന്നത് RSSനാണ്. RSSൻ്റെ സ്കൂള്, അതായത് അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ സ്കൂള് ഈ റോബർട്ട് വാദ്രയുടെ കുടുംബ സ്വത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് ഇന്ത്യ ടുഡേ ഒരു വാർത്തയായി വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട് ആ സംഭവം ഇവരുടെ കല്യാണം നടക്കുന്ന കാലത്ത്. അപ്പോൾ അതാണ് ആകെയുള്ള പഴയ ഒരു രാഷ്ട്രീയ ബന്ധം. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം നമ്മൾ ഓർക്കണമല്ലോ, ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം വന്നപ്പോൾ, അതായത് എത്രയോ മുമ്പേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വാദ്രയ്ക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. ആ സമയത്താണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം ഉണ്ടാകുന്നത്. അന്ന് കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്, ഈ DLF 2022 ഈ 19-22 ഇടയ്ക്ക് 170 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തത്. 170 കോടി രൂപ. അപ്പോൾ ഈ ആരോപണം ഉയർന്നു. അതായത് ഈ ഇലക്ട്രൽ ബോണ്ടായി പൈസ കൊടുത്ത ഉടനെ തന്നെ ഹരിയാന സർക്കാർ, BJP സർക്കാർ, വാദ്രയുടെ DLF ഇടപാട് നോ വയലേഷനാണ് എന്നുള്ള ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത്. അതായത് ഈ 170 നമ്മൾ അറിഞ്ഞ എന്താണ്, അന്ന് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം ഓർമ്മയുണ്ടല്ലോ. അതായത് ഇലക്ട്രൽ ബോണ്ടിൽ രഹസ്യമായി കൊടുക്കുന്നു എന്ന് പറയുന്നത് ആര് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു എന്ന് കൃത്യമായി രാഷ്ട്രീയ നേതൃത്വം അറിയുന്നു. അതിനനുസരിച്ച് അവരുടെ കേസുകൾ, അവരുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് തെളിവ് സഹിതം ആ സമയത്ത് പുറത്തു വന്നത്. അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കേസാണിത്. വാദ്രയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എല്ലാവരും വെറുതെ BJPക്കാർ വരെ സംശയിക്കുമായിരുന്നല്ലോ, ഇയാൾ ബിസിനസ്സുകാരനാണ്, ED നാട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നു, എന്നാൽ പിന്നെ വാദ്രയെ അറസ്റ്റ് ചെയ്യാമല്ലോ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരു ഉത്തരമായി അന്ന് ആളുകൾ കരുതിയത്, ഈ വാർത്ത വന്നപ്പോൾ കരുതിയത് ഇലക്ട്രൽ ബോണ്ടിൽ ഒരു അഴിമതി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് BJPക്ക് ഫണ്ട് കൊടുക്കുകയും ഹരിയാന സർക്കാർ വളരെ പെട്ടെന്ന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് ഉപയോഗിക്കുകയാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനുമില്ല. അത് പക്ഷേ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് അത് അവതരിപ്പിക്കുക എന്നത് മാത്രം അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ ഈ വിഷയത്തിൽ സണ്ണി ജോസഫും ഒക്കെ പ്രതികരിച്ചേക്കാം. നമുക്കത് കാത്തിരിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗാന്ധി കുടുംബത്തെയും അതുവഴി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും സമ്മർദ്ദത്തിലാക്കാൻ ഈ കേസിനെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന ആരോപണമുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ വരുതിയിലാക്കാനുള്ള ഉപകരണം എന്ന ചീത്തപ്പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമുണ്ട്. ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് പോലെ റോബർട്ട് വാദ്ര കുറ്റക്കാരനാണെങ്കിൽ നിശ്ചയമായും ശിക്ഷിക്കപ്പെടണം. നാളുകൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ നിയമപരമായ തീർപ്പിലേക്ക് വേഗമെത്താനാകണം. അതല്ലാതെ ഒരു രാഷ്ട്രീയ ആയുധമായി കാലാകാലം ഈ കേസിനെ ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തെ സാധൂകരിക്കും വിധമാകരുത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇനിയുള്ള നടപടികൾ.